ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. അപ്പോൾ ഇന്ന് നമുക്ക് മുഖത്ത് മോക്കുരുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് പരിചയപ്പെടാം. പക്ഷേ മോക്കുരു ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് അമിതമായി സ്ട്രെസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളുടെ ഉപയോഗം, അമിതമായിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഓയിൽ, ഇതെല്ലാം തന്നെ നമ്മുടെ മുഖത്ത് മോക്കുരു ഉണ്ടാകാനുള്ള ഒരു കാരണങ്ങളാണ്. അപ്പോൾ മോക്കുരുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫേസ് വാഷാണ് നമ്മുടെ അഹാഗ്ലോയുടെ ഫേസ് വാഷ്. ഇത് അത്യാവശ്യം നല്ല വിലയുള്ള ഫേസ് വാഷാണ് കേട്ടോ. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവുകയും മോക്കുരു നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരു നേരം യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മോക്കുരുള്ള ആൾക്കാർ നമ്മൾ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് എന്ത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചാലും ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. മസ്റ്റായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. വെയിലത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു അര നെല്ലിക്ക, അതുപോലെ തന്നെ ഒരു സ്പൂൺ തൈര്, ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലിട്ടാൽ മോക്കുരുവിനൊക്കെ കുറച്ച് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഒരു 2-3 തുളസി ഇലയും അതിൽ ഒരു അര വാഴപ്പഴവും മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം, ഈ മോക്കുരുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഐസ് പാക്കൊക്കെ മുഖത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മുഖക്കുരു കാരണം വീർത്തൊക്കെ ഇരിക്കുന്നതിന് കുറേ വ്യത്യാസം കിട്ടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് മോക്കുരു തൊടാതിരിക്കുക, മോക്കുരു പൊട്ടിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ഈ പൊട്ടിക്കുന്നതൊക്കെ പിന്നെ മോക്കുരു ഭയങ്കരമായിട്ട് പിമ്പിൾസൊക്കെ വലുതാവാനും അത് അലർജി ആയിട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.